ഉദ്ധിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CPR പറ്റി കുറച്ചും കൂടി നല്ലതായിട്ട് പറയുവാൻ വിസ്തീകരിച്ച് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് കൃത്യമായ രീതിയിൽ രോഗിയെ കിടത്തണമെന്ന് പറയാനുള്ള കാരണം, രോഗിയെ കൃത്യമായി കിടത്തിയിട്ടില്ലെങ്കിൽ കൃത്യമായി നമുക്ക് അത് CPR കൊടുക്കുവാൻ പറ്റുകയില്ല. അതോടൊപ്പം രോഗിക്ക് മറ്റു തരത്തിലുള്ള ശാരീരികമായ പരിക്കുകൾ ഏൽക്കുവാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നാം രോഗിയെ വിളിക്കേണ്ടത് രണ്ട് കൈകൾ തട്ടി ഇങ്ങനെയാണ് വിളിക്കേണ്ടത് പ്രായമുള്ളവരെ. എന്നാൽ കുഞ്ഞു കുട്ടികളെ ആണെങ്കിൽ വിളിക്കേണ്ടത് അവരുടെ കാല് പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളം കാലിലേക്ക് 2-3 പ്രാവശ്യം ഞൊട്ടിയാണ് വിളിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൾസ് ഉണ്ടെങ്കിൽ കൊടുക്കരുതെന്ന് പറയാനുള്ള കാരണം, പൾസ് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അത് കൊടുത്താൽ പേഷ്യൻറ്റിന് ആ സിസ്റ്റമിക്ക് അല്ലെങ്കിൽ സർക്കുലേഷനിൽ പരാജയമാവുകയും മറ്റ് കൊളാപ്സായി തീരുകയും പേഷ്യൻ്റ് കൂടുതൽ മോശമായി തീരുകയും ചെയ്യും. ആയതിനാൽ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ നാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം ഈ CPR കൊടുക്കുന്ന സമയത്ത് നാം 2 റിപ്സാണ് ഈ 2 സൈഡിലുമുള്ളത്. നടുക്കത്തെ ഭാഗം സ്റ്റേണം എന്നാണ് പറയുന്നത്. അത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഈ സ്റ്റേണത്തിൻ്റെ ഏറ്റവും അടിഭാഗത്ത് 2 ഇഞ്ച് വിട്ടതിന് ശേഷം ഈ ഭാഗത്താണ് കൊടുക്കേണ്ടത്. റിപ്സിന് ഒരിക്കലും നിങ്ങൾ CPR കൊടുക്കരുത്. റിപ്സിന് CPR കൊടുത്താൽ റിപ്സ് പൊട്ടുകയും ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ടായും ബ്ലീഡിംഗ് ഉണ്ടായി പേഷ്യൻ്റ് മരിക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ കൃത്യമായ രീതിയിൽ പറഞ്ഞ രീതിയിൽ കൈ വളയാതെ നാം കൃത്യമായിട്ട് CPR സ്റ്റേണത്തിലാണ് കൊടുക്കേണ്ടത്. സ്റ്റേണം എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും അടിഭാഗത്ത് 2 ഇഞ്ച് വിട്ട് ആ ഈ ഭാഗത്ത് അവിടെയാണ് സ്റ്റേണം. ആ സ്റ്റേണത്തിലാണ് നമ്മൾ CPR കൊടുക്കേണ്ടത്. മറ്റൊരു കാര്യം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, അതായത് ഏറ്റവും പ്രധാനമായിട്ടും പൾസ് കിട്ടിയാൽ, നമ്മൾ CPR എടുത്ത് പൾസ് കിട്ടിയാൽ ഒരിക്കലും നാം പിന്നീട് CPR കൊടുത്തുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് നാം രോഗിയെ ആശുപത്രി എത്തിച്ച് രക്ഷിക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ജനങ്ങൾക്കും ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ട കാര്യങ്ങൾ. മനുഷ്യജീവൻ്റെ സംരക്ഷണം അതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. വളരെ ശ്രദ്ധയോട് ചെയ്തില്ലെങ്കിൽ പല പ്രശ്നമുണ്ടാകും. അത് കുട്ടികൾക്ക് കൊടുക്കുന്ന CPRൽ 2 വിരൽ കൃത്യം ആ സ്റ്റേണത്തിൻ്റെ ഭാഗത്ത് കൊടുത്ത് ഇങ്ങനെ കൊടുക്കണം, നേരെ. അല്ലാതെ മൊത്തം കൈ കൊണ്ട് കൊടുക്കരുത്. കാരണം കുട്ടികളുടെ റിപ്സ് ഒന്നും ഉറച്ചിട്ടില്ല, സ്റ്റേണൊന്നും ഉറച്ചിട്ടില്ല. വളരെ ശ്രദ്ധാപൂർവ്വം 2 വിരൽ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ മറ്റു എയർവേ ക്ലിയർ ആക്കണം. നമ്മൾ CPR എടുത്തതിന് ശേഷം നമ്മൾ ആ വ്യക്തിക്ക് വായിലൊരു ശ്വാസം കൊടുക്കുമ്പോൾ എയർവേ ലേശം പൊക്കിയിട്ട് പൊക്കിയിട്ട് എയർവേ ക്ലിയറാക്കി ആണ് നമ്മൾ ശ്വാസം വായിലൂടെ കൊടുക്കേണ്ടത്. കുറച്ച് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവൻ രക്ഷാകർമ്മത്തിൽ എല്ലാവരും പങ്കാളികളാകാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും 1000 നന്ദി.